ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം. ഡോക്ടർ സോണി തോമസ് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായ ചില കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞേക്കും. ഡോക്ടർ സോണി തോമസ്, അവൻ ഈയിടെ അല്പം ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ പുള്ളി ടിവിക്കകത്ത് പറഞ്ഞിരുന്നു ഇവരെ ഭർത്താവ്. ഈ വിഷയത്തില് എന്റെ ഒരു അഭിപ്രായം, ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞതിനെ വെച്ച് പറഞ്ഞാല് ഈ ഇങ്ങനെ ഒരു പൈശാചികമായിട്ടുള്ള വൈകൃതപരമായിട്ടുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആ കുട്ടിയുടെ മാനസിക നില ശരിക്കും ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അതൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട് തന്നെയാണ്. നമുക്കറിയാം, നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികളില് ഒരു ഇമ്പൾസിവിറ്റിയും ഇൻടോളറൻസും വല്ലാത്ത ഭീകരമായ രീതിയിൽ മാറിയിരിക്കുന്നത് നമ്മൾക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ വളരെ എവിഡന്റ് ആണ്. എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നോ പറഞ്ഞാൽ ആ കാര്യത്തിനോട് വളരെ വളരെ ഇംപേഷ്യന്റ് ആയിട്ടും ഇൻടോളറന്റ് ആയിട്ടും പെരുമാറുന്ന കുട്ടികളുടെ ഒരു വലിയ നില, കുട്ടികളെ പേടിക്കുന്ന മാതാപിതാക്കളുടെ ഒരു കാലഘട്ടത്താണ് ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. ഞാൻ ഇന്നും എന്റെ ക്ലിനിക്കിൽ ഒരു സ്വന്തം ഉമ്മയെ അടിക്കുന്ന ഒരു 7ാം ക്ലാസ്സുകാരനെ കണ്ടിട്ട് ഇന്ന് വന്നതേ ഉള്ളൂ. അപ്പൊ അതിനകത്തൊക്കെയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് കുട്ടികളുടെ ഇടയ്ക്ക് ഈ ഇൻടോളറൻസും ഇംപേഷ്യൻസും വല്ലാതെ കൂടുന്നു. അപ്പൊ അതിൽ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാം ഒറ്റ ക്ലിക്കിൽ അവൈലബിൾ ആകുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഒന്നിനും വേണ്ടി കാത്തിരിക്കാൻ, ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടോളറൻസ് ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുട്ടികൾക്ക് ശിക്ഷണമായി ലഭിക്കുന്നില്ല. അവർക്കെല്ലാം റെഡി ആയിട്ട് കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് ഇൻടോളറൻസ് കൂടുന്നു എന്നുള്ള വലിയൊരു കാരണമാണ്. അക്കൂട്ടത്തിൽ ഇയാളുടെ ശരിയായിട്ടുള്ള വിലയിരുത്തലുകൾ വൈദ്യശാസ്ത്രപരമായി നടന്നിട്ടുണ്ടോ എന്നുള്ള വാർത്തയെക്കുറിച്ച് എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ കുട്ടി ഒരു ഡ്രഗ് അബ്യൂസിനെ തുടർന്ന് വല്ലമാണോ ഇങ്ങനെ. മിക്കവാറും ചില കേസിനകത്തൊക്കെ നമുക്കറിയാം, ഈ ആന്റി സോഷ്യൽ ടെൻഡൻസി ഉള്ള ചില പേഴ്സണാലിറ്റി വൈകൃതമുള്ള ആളുകളാണ് ഇത്തരത്തിൽ യാതൊരു ഒരു മനസാക്ഷിയും ഇല്ലാത്ത രീതിയിൽ വളരെ നിഷ്ഠൂരമായ രീതിയിലൊക്കെ ഇങ്ങനത്തെ ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ അഫാന്റെ കാര്യത്തിൽ അയൽക്കാർ പറയുന്നത് നമുക്ക് കണക്കിലെടുത്തു കഴിഞ്ഞാൽ, പിന്നെ അഫാന്റെ അച്ഛൻ, അദ്ദേഹം ഇപ്പോൾ ദമാമിലാണ് അല്ലെ, പറയുന്നതൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ മുൻപൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ടൊരു ബോൺ ക്രിമിനൽ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത ഒരാളല്ലേ അഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ താങ്കൾ പറയുന്ന ഈ ലഹരി ഉപയോഗം, അതിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? അത് നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ? ഞാൻ അങ്ങനെ ഒരു പോയിന്റ്, അയാളുടെ വ്യക്തിത്വ വൈകല്യത്തിലേക്ക് പോയിന്റ് ചൂട്ടാൻ കാരണം, ഇപ്പൊ കുറച്ചു മുമ്പ് നിങ്ങൾ ന്യൂസിൽ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ആ കുട്ടി ഉമ്മേനെ ഉപദ്രവിച്ചത് അറിഞ്ഞിട്ടും ആ ഉമ്മ ആ അത്യാസന്ന നിലയിൽ തന്നെ ആ കുട്ടീനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രംഗത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമുക്കറിയാം, എല്ലാ കുട്ടികളും പുറമെ സൊസൈറ്റിയിൽ ക്രിമിനൽ ടെൻഡൻസി കാണിക്കണമെന്നില്ല. അവരുടെ ഹോം എൻവയറമെന്റിൽ മാത്രം അവരുടെ ആവശ്യങ്ങൾ സാധിക്കാനായിട്ട് പലരും അങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷെ ഞാനും വളരെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഡ്രഗ് അബ്യൂസ് പോലെയുള്ള നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്ന പലതരം സിന്തറ്റിക് ഡ്രഗുകൾ പലപ്പോഴും ഈ ഫ്രീ ഫ്രണ്ടൽ കോർട്ടക്സിനെയൊക്കെ ബാധിച്ച് അത് പലപ്പോഴും വളരെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ഇമ്പൾസീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റിയാക്ഷനിലേക്ക് ചിലപ്പം ഒരു ചെറിയ ഒരു തെറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രഗ് ഇൻടോക്സിക്കേഷനിൽ ഈ കുട്ടി ചെയ്തത് ആയിക്കൂടെ എന്നൊക്കെ നമുക്ക് ഇതൊരു 6-7 മണിക്കൂർ സമയത്തേക്ക് ഒരു തുടർ കൊലപാതകങ്ങളായിരുന്നുവല്ലോ. 6-7 മണിക്കൂർ സമയത്തേക്ക് ഒരേ മാനസികാവസ്ഥയിലായിരുന്നു അഫാൻ നിന്നിരുന്നത് അല്ലേ? അതെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ പല കുട്ടികളും അബ്യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ഡ്രഗുകൾ, അതിന്റെയൊക്കെ പേര് തന്നെ പറയാൻ പേടിയാണ്, ഇതൊക്കെ പബ്ലിക് കേൾക്കുന്നതായതുകൊണ്ട്. പക്ഷെ നമുക്ക് അറിയാം, നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തില് ഇങ്ങനെയുള്ള ഒപ്പോസിഷണൽ നേച്ചറുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. പേരൻസിന് ഈ കുട്ടികളെ വേണ്ട രീതിയിൽ എങ്ങനെയാണ് ഈ മാറിയ കാലഘട്ടത്തിൽ അവരെ ട്രെയിൻ ചെയ്യേണ്ടത് എന്ന് പല പേരൻസിനും അറിയത്തില്ല. അത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മളിപ്പോ എന്നാ പറയുന്ന ഡ്രഗുകളെ കുറിച്ച്, നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് തന്നെ പല കുട്ടികളുടെയും മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി കൂട്ടുകയാണ് പലപ്പോഴും ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില സിന്തറ്റിക് ഡ്രഗുകളൊക്കെ അവേഴ്സ് നീണ്ടു നിൽക്കുന്ന
24 അവർക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഇൻടോക്സിക്കേഷൻ ഇഫക്റ്റ്. പക്ഷെ പുറമേ കണ്ടാൽ ഇവരൊക്കെ തികച്ചും വളരെ സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് മാത്രമേ പലപ്പോഴും ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ദേ വിൽ ബി ബിഹേവിംഗ് അണ്ടർ ഇൻടോക്സിക്കേഷൻ. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ലഹരി ഉപയോഗം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റി നിർത്തിയാൽ, ഇപ്പോൾ ലഹരിയിലാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കൊടും കുറ്റവാളിക്ക് നൽകുന്ന ഒരു ആനുകൂല്യം പോലും അത് ആയിപ്പോവും ഇല്ലേ? ലഹരി ഉപയോഗത്തിലാണല്ലോ ഇത് ചെയ്തത് എന്ന രീതിയിലൊക്കെ പറയേണ്ടി വരും. പക്ഷെ അതല്ല എന്ന് പറഞ്ഞ് ലഹരി ഉപയോഗത്തെ മാറ്റി നിർത്തിയാൽ ഈ അനിയനുമായിട്ട് അത്ര ആത്മബന്ധമുണ്ടായിരുന്നു ഈ പറയുന്ന കുറ്റവാളിക്ക്. അതുപോലെ തന്നെ കുടുംബത്തിൽ അത്ര എന്ന് വെച്ചാൽ ഈ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ ആണെങ്കിലും വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കും എന്നിരുന്നാൽ പോലും ഇപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അവിടെ വന്ന സമയത്ത്, ഗൾഫിൽ വന്ന സമയത്ത് വളരെ സന്തോഷവാനായിട്ടാണ് തിരികെ പോയത് എന്ന്. ഈ ഓട്ടോറിക്ഷയിൽ വിട്ടയാൾ പറയുന്നു അങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ട് തോന്നിയിട്ടില്ല എന്ന്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പൊടുന്നനെ ഇങ്ങനെ തീവ്രമായിട്ട് സ്നേഹിക്കുന്ന ആളുകളോട് പോലും ഇത്രയും പൈശാചികം എന്ന രീതിയിൽ പെരുമാറുന്ന ആ ഒരു അവസ്ഥ എന്താണ്? ഈ സത്യത്തില് ഈ മിക്കവാറുമുള്ള ഒരു ആന്റി സോഷ്യൽ ടെൻഡൻസിയുള്ള സ്വഭാവ വൈകല്യമുള്ള ആളുകളില് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ വളരെ ഹൈ എമൗണ്ടിൽ ഉണ്ടാവും. ഒരുപക്ഷെ അയാളുടെ ഇളയ അനിയനോട് വലിയ സ്നേഹമൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ ഒരു ചെറിയ ഒരു അനിഷ്ടം, ഉദാഹരണം പറഞ്ഞാല് അവരുടെ ഇപ്പം ഇവനെ എന്തെങ്കിലും കാര്യത്തിനകത്ത് ഇവന്റെ പേരൻസ് റെസ്ട്രിക്ട് ചെയ്യുകയും ഇവന്റെ അനിയനോട് എന്തെങ്കിലും ടെൻഡൻസി ഒരു അനുകൂല ടെൻഡൻസി കാണിക്കുകയും ഒക്കെ ചെയ്താൽ, എത്ര സ്നേഹമുള്ള ആളോടാണെങ്കിലും ഇതൊരു ലഹരിയുടെ ഒരു വശത്തെ മാറ്റി നിർത്തിയാൽ ആന്റി സോഷ്യൽ ടെൻഡൻസിയുള്ള ആളുകൾ വളരെ മാനിപ്പുലേറ്റീവ് ആയിരിക്കും. അവര് ഒരു നിമിഷത്തെ ചെറിയൊരു ആക്ടിന്റെ പുറത്ത് വളരെ ഗ്രഡ്ജ്ഫുൾ ആയി പെരുമാറുന്നതിനകത്ത് പെരുമാറാൻ സാധ്യത ഇല്ലാഴിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാധ്യതയും ഈ കുട്ടിയുടെ മാനസിക നിലയെക്കുറിച്ച് ശരിക്കും പഠിച്ചു തന്നെയാണ് അഭിപ്രായം പറയേണ്ടത്. ഇപ്പൊ ഈ കൃത്യം നടന്നിട്ട് ഇത്രയും മണിക്കൂറുകളായി ഇയാള് ഇൻടോക്സിക്കേഷനിലാണോ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാനൊക്കെ ഉള്ള സമയം ആയിട്ടുണ്ട്. കൂടുതൽ പോലീസിനൊക്കെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അതിനുശേഷം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. ശരി, പോലീസ് അധികാരി പറഞ്ഞിരുന്നു അതിൽ ഈ ലഹരി ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ, അതാണെങ്കിൽ അത് എത്ര അളവിൽ, ഏത് ഡ്രഗ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. ശ്രീ ജോ